Hi all, good morning and welcome back to my channel. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മോർണിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ മോർണിംഗ് ഇങ്ങനെയല്ല. ഞാനിപ്പോൾ സാധാരണ രാത്രിയിലാണ് ഒരു മിക്ക കാര്യങ്ങളും ചെയ്തു വെക്കാറ്. കാരണം രാവിലെ എനിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടി വന്ന് അങ്ങനെ തിരക്ക് പിടിച്ച് ജോലികൾ ചെയ്യൽ എൻ്റെ മൈൻഡ് എന്തോ അങ്ങനെ അങ്ങോട്ട് സെറ്റായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഈ പിടിയപ്പമൊക്കെ സാധാരണ ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് രാവിലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കും. പിന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞും ഒക്കെ റെഡിയാക്കി വെക്കും. ഇന്നലെ ഇപ്പം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കിടന്നു. കാരണം എനിക്ക് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് വൈകി. അതുകൊണ്ട് രാത്രിയിൽ എൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി, മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത്, പിന്നെ പാവക്ക കറി ഉണ്ടാക്കി, ചോറൊക്കെ വെച്ച് അവരുടെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കണ പരിപാടികളൊക്കെ ആയിട്ട് ഇന്നിങ്ങനെ രാവിലെ ഇച്ചിരി തിരക്കിലായിരുന്നു കേട്ടോ. അതിനെന്താ ഇനി അങ്ങോട്ട് റിലാക്സ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്താ പറയുക, അവർ കുട്ടികളും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ഓടിച്ചൊന്ന് വേഗം എല്ലായിടവും ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് എനിക്ക് സ്കൂളിൽ പോകാനുള്ള പരിപാടി നോക്കണം. സ്കൂൾ മീൻസ് എൻ്റെ കിൻഡർ ഗാർഡനിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ എൻ്റെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. മോൾ എന്നെ വന്ന് സഹായിക്കണുണ്ട് അതിൻ്റെ ഇടയിൽ. വലിയ സഹായമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവളും രാവിലെകൾ അങ്ങനെ സഹായിക്കില്ല. പക്ഷെ പരമാവധി കാര്യങ്ങൾ അവൾ ചെയ്തു തരും ടൈമുള്ളപ്പോൾ. വൈകുന്നേരങ്ങളിലൊക്കെ എനിക്ക് ചെയ്തു തരും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം വന്ന് ഇത്തിരി വെളുത്തുള്ളി നന്നാക്കി തന്നു, തേങ്ങ ചിരണ്ടി അത് അരച്ചൊക്കെ തന്നു. അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ സഹായിക്കലൊക്കെ കഴിഞ്ഞ് മോള് ചായയൊക്കെ കുടിച്ച്, അപ്പോൾ അവൾക്കിന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ട്, നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അവളെ കൊണ്ടുപോയി സ്കൂളിലൊക്കെ ആക്കി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഒരു ചടപടിയെന്നുള്ള ക്ലീനിങ്, അതായത് ചടപടിയെന്ന് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കി, ഒന്ന് ഓടിച്ചിട്ട് അടിച്ച്, നല്ല നീറ്റായിട്ടല്ല പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ വൃത്തികേടില്ലാത്ത രീതിയിൽ വേഗം അടിച്ച് വാരിയിട്ട് തുണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നത് അലക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോയി അലക്കാനൊക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ ലെവലാക്കി വിരിച്ച് അങ്ങനെ ഒരു ക്വിക്ക് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനും റെഡിയായി. അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ കിൻഡർ ഗാർഡനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇനി വൈകുന്നേരം ഒരു 4 മണിക്ക് മുമ്പൊക്കെ ആയിട്ടായിരിക്കും പിന്നെ തിരിച്ച് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Like time is making fun of me, taking away at the walls.